കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ ഈ കാണുന്നത് പാമ്പനാറാണ്. അതായത് കോട്ടയം കുമളി റോഡിൽ പാമ്പനാറും കഴിഞ്ഞ് നമ്മൾ ഏകദേശം ഒരു കുറച്ച് കിലോമീറ്റർ അങ്ങ് ചെല്ലുമ്പോൾ റോഡിൻ്റെ ഇടതുവശത്തായി കുന്നിൻമുകളിൽ അതിമനോഹരമായി കാഴ്ചകൾ ഒരുക്കി നിൽക്കുന്ന പട്ടുമല മാത പള്ളിയിലേക്കാണ് നമ്മുടെ യാത്ര. അങ്ങനെ നമ്മൾ പട്ടുമല പള്ളിയുടെ അടുത്ത് എത്തിയിരിക്കുകയാണ്. അത്ര മനോഹരമായ ഒരു കാഴ്ചയല്ലേ ഈ കുന്നിൻമുകളിൽ നിൽക്കുന്ന ഈ പള്ളിയുടെ ഒരു പ്രകാശം. കൂട്ടുകാരെ നല്ല അടിപൊളി ഒരു പള്ളി കേട്ടോ ഇത് നമ്മളിപ്പോ ഈ കാണുന്നത്. ഇത് കണ്ടോ, ഈ തേയിലത്തോട്ടത്തിന്റെ മൊത്തം നടുക്കായിട്ട് നിൽക്കുന്ന അത്ര മനോഹരമായ ഈ പള്ളി നോക്കി എന്നെ വ്യൂ ആണെന്നറിയാം. ഈ പള്ളി റോഡിലേക്കുള്ള കാഴ്ചയും പിന്നെ ചുറ്റും തേയിലത്തോട്ടം കൊണ്ട് മനോഹരമായ കാഴ്ച വർണ്ണ വിസ്മയങ്ങൾ തീർത്തിരിക്കുന്ന ഈ പള്ളിയുടെ കാഴ്ചകൾ നമുക്കിനി കാണാം. എന്നാലും ഈ പള്ളിയുടെ മുറ്റത്തേക്ക് നമുക്കൊന്ന് കയറി പോകാം. നല്ല അടിപ്പം കാഴ്ച കേട്ടോ. റോട്ടിൽ നിന്ന് മുതൽ നല്ല സ്റ്റെപ്പൊക്കെ കെട്ടി പള്ളിയുടെ കളറൊക്കെ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ഇവിടെ നിന്നുള്ള കാഴ്ചകളെന്നൊക്കെ പറയാൻ നല്ല അടിപൊളി കാഴ്ച കേട്ടോ. ഈ സ്റ്റെപ്പുകൾ കയറി, അതായത് ചെറിയൊരു കുന്നായി, ഈ കുന്നും കയറി മുകളിൽ ചെന്നിട്ടുള്ള ആ മനോഹരമായ കാഴ്ച ഉണ്ടല്ലോ, നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റൂല. കേരളത്തിൽ ദൈവമാതാവ് പ്രത്യക്ഷപ്പെട്ടു എന്ന് വിശ്വസിക്കുന്ന സ്ഥലത്തായിട്ടാണ് ഈ പള്ളി നിലകൊള്ളുന്നത്. പട്ടുമല മാത കേരളത്തിലെ ഒരു റോമൻ കത്തോലിക്ക ലാറ്റിൻ ആചാരപരമായ തീർത്ഥാടന കേന്ദ്രമാണ്. വിശുദ്ധ ഫ്രാൻസിസ് അസിസിയിലെ മിഷണറി ബ്രദേഴ്സിന്റെ ഒരു സഭയാണ് ഇത്. ഇന്ത്യയിലെ ക്രിസ്ത്യൻ പള്ളികളിൽ ഏറ്റവും വലിയ താഴികക്കുടം ഉള്ളതും ഈ പള്ളിയിലാണ്. ഇത് തേയിലത്തോട്ടത്തിലെ തൊഴിലാളികൾക്ക് മദർ മേരിയോട് വലിയ ഭക്തിയുള്ള ബ്രിട്ടീഷ് കാലഘട്ടത്തിലാണ് പള്ളിയുടെ ചരിത്രം. ആദ്യം ആശ്രമ ചാപ്പൽ പ്രാർത്ഥനയ്ക്കായി ഭക്തർ ഉപയോഗിച്ചിരുന്നു. തുടർന്ന് 1980കളിൽ ഒരു പുതിയ പള്ളി ഉണ്ടാക്കാൻ തീരുമാനിച്ചു. 1998ലാണ് ഇന്നത്തെ പള്ളി ഇവിടെ സ്ഥാപിതമായത്. പൂർണ്ണമായും കരിങ്കല്ലിൽ പണിതിരിക്കുന്ന ഈ പള്ളി തേയിലത്തോട്ടങ്ങൾക്ക് നടുവിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്നാൽ കണ്ണെത്താ ദൂരത്തോളം നീണ്ടു നിൽക്കുന്ന മനോഹരമായ നല്ല തേയിലത്തോട്ടങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. വേളാങ്കണ്ണി മാതാവിൻ്റെ നാമത്തിൽ മാതാവ് മേരിക്ക് സമർപ്പിച്ചിരിക്കുന്ന ഈ പള്ളി സ്ഥലത്തിൻ്റെ പേര് പട്ടുമല എന്നായതുകൊണ്ട് പട്ടുമല മാതാ പള്ളി എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത്. കേരളത്തിലെ കൊച്ചു വേളാങ്കണ്ണി മാതാ പള്ളി എന്നും ഇതിനെ സ്നേഹപൂർവ്വം വിളിക്കുന്നു. ഈ പള്ളിയുടെ അകമൊക്കെ എത്ര മനോഹരമായ കാഴ്ചയാണ്. ഈ പള്ളിയുടെ അകത്ത് ഫോട്ടോ എടുക്കാനൊന്നും അലൗഡല്ല. ഞാനിത് പെർമിഷൻ ചോദിച്ചതിന് ശേഷമാട്ടോ ഇതിൻ്റെ അകത്ത് ഫോട്ടോ എടുത്തിരിക്കുന്നത്. ഇതൊക്കെ അടിപൊളിയായിട്ട് ഇത് ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയേക്കുന്നതാണ്. ഇത് ഒരു പാറ പോലെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ കള്ളിമുൾച്ചെടി വളർന്നു വരുന്ന കാരണം സിമെൻ്റ് ആണെന്ന് തോന്നുന്നു. സിമെൻ്റ് തീർത്തേക്കുന്നത് എത്ര അടിപൊളിയാ. ഈ പള്ളി ഈ തേയിലത്തോട്ടത്തിന്റെ നടുക്ക് നിൽക്കുന്നത് കൊണ്ട് തന്നെയല്ല, ഇതിന്റെ പെയിന്റിങ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? വെയിലടിക്കുമ്പോൾ തിളങ്ങുന്ന എത്ര മനോഹരമായ ഒരു കാഴ്ചയാ ഇതൊക്കെ. ഈ പള്ളിമുറ്റത്ത് നിൽക്കുന്ന ഒരു മരത്തെ കൊന്ത കൊണ്ടുവന്ന് തൂക്കിയിട്ടേക്കുന്നത്. അത് എന്തിൻ്റെ ആണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. അറിയാവുന്നവരുണ്ടൊന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ എന്തോ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടുള്ള നേർച്ചയാണെന്ന് എനിക്ക് തോന്നുന്നത്. എനിക്ക് ആ മാലയെല്ലാം തൂക്കിയിട്ടേക്കുന്നത് എത്ര ഭംഗിയല്ലേ. ഈ പള്ളിയുടെ മുറ്റത്ത് തന്നെ ഒരു നല്ലൊരു ഗ്രോട്ടോ, മെഴുകുതിരിയൊക്കെ കത്തിച്ച് പ്രാർത്ഥിക്കാനായിട്ട് പട്ടുമല മാതാവിൻ്റെ ഒരു രൂപമൊക്കെ വെച്ചിട്ടുണ്ട്. വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിച്ച് ഈ പള്ളിയുടെ ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്ന അപാര കാഴ്ച ഉണ്ടല്ലോ. ഇത് ആ മരങ്ങൾ പൂവിട്ട് നിൽക്കുന്ന ഒരു കാഴ്ച വല്ലാത്തൊരു കാഴ്ചയാണ്. അതുപോലെ അങ്ങ് ദൂരെ കാണുന്ന കണ്ണെത്താ ദൂരത്തോളം നിൽക്കുന്ന തേയിലത്തോട്ടങ്ങളും. അപ്പോൾ കൂട്ടുകാരെ, ഇത് ഞങ്ങൾ പാമ്പനാറുള്ള പട്ടുമല പള്ളിയുടെ മുറ്റത്തോട്ടാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഞങ്ങൾ 4 പേര്. ഏതായാലും പൊളി പള്ളി കേട്ടോ. എന്ന് വെച്ചാൽ വിശ്വാസം കൊണ്ടും കാഴ്ചകൾ കൊണ്ടും എല്ലാം ഒരുമിച്ച് നമുക്ക് സന്തോഷിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഒരു സ്ഥലം. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ ഇതിൻ്റെ മുറ്റത്ത് നിന്ന് താഴേക്ക് കാണുന്ന ആ വ്യൂ ഉണ്ടല്ലോ, ഒരു അടാറ് വ്യൂ കേട്ടോ. അത് ആ മരങ്ങൾ പൂത്ത് നിൽക്കുന്ന ആ കാഴ്ച
അത് തന്നെയല്ല, അതിൻ്റെ അപ്പുറത്തേക്ക് മൊത്തം തേയിലത്തോട്ടം. ഇത് തേയിലത്തോട്ടത്തിന് നടുവിലായിട്ടാണ് ഈ പള്ളി നിൽക്കുന്നത് തന്നെ. അത് തന്നെ ഇതിൻ്റെ പ്രത്യേക ഒരു അഴകാട്ടോ. അതുപോലെ ഇങ്ങനെ പോകുന്ന അതേ ഈ പള്ളി മൊത്തം നല്ല കല്ല് വെച്ചാട്ടോ പണിതേക്കുന്നത്. ഈ മൊത്തം കരിങ്കല്ല് വെച്ച് നല്ല അടിപൊളിയായിട്ട് പണിതേക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു താഴികക്കുടം ഉള്ളതും ഇതേ ഈ പള്ളിക്കാണ്. അടിപൊളിയാണേ. അതെ നോക്കിയേ എന്നെ കളർ, ആ കളറ് തന്നെ ഒരു നല്ലൊരു എടുപ്പാണ് ഈ പള്ളിക്ക്. ഈ പള്ളിയിലേക്ക് കയറി വരാൻ, സ്റ്റെപ്പ് കയറാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇതിന്റെ സൈഡിൽ കൂടെ റോഡും കൂടി ഉണ്ട്. ഇതിന്റെ വാഹനം മുകളിലേക്ക് കയറാനായിട്ട് അവിടെ പാർക്കിങ്ങിനുള്ള സൗകര്യമുണ്ട്. ഇത് ആ പള്ളിയുടെ ഗ്രോട്ടോയാണ് ഈ റോഡ് സൈഡിൽ തന്നെ. ഇതിന്റെ റോഡിൽ നിന്ന് നോക്കാൻ നേരത്തെ തന്നെ എത്ര മനോഹരമായ കാഴ്ചയല്ലേ. ഇത് ഈ കാണുന്ന കേട്ടോ അവക്കാഡോ എന്ന് പറയുന്ന ഫ്രൂട്ട്സ്. അപ്പോൾ കൂട്ടുകാരെ, എൻ്റെ ഈ കൊച്ചൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആദ്യമായിട്ട് ചാനൽ കാണുന്നതെന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ല കാഴ്ചകളുമായി കാണുന്നവരെ ബൈ ബൈ.